മൺസൂൺ സമയത്ത് കേരളം പോലെ ഭംഗിയുള്ളൊരു സ്ഥലം ലോകത്ത് ഒരിടത്തും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ മൺസൂണിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നായ മൂന്നാറിലേക്ക് നമ്മളൊരു ബൈക്ക് റൈഡ് പോയല്ലോ. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് ഒഴിവാക്കാനായിട്ട് വളരെ നേരത്തെ ഇറങ്ങി. ഇതിൻ്റെ സ്റ്റാർട്ടിങ് 1, 2, 3. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ടല്ലേ മിസ്റ്റർ അനീഷ്, മിസ്റ്റർ അരുൺ. ചായ കുടിച്ചിട്ട് പോകണം. ചായ വേണോ നിനക്ക്? ബ്ലാക്ക് ആണോ? രണ്ട് ബ്ലാക്ക് കോഫി, അതിൽ ഒരെണ്ണത്തിൽ മധുരം വേണ്ട. ഒരു ചായ ലൈറ്റ്, മധുരം വേണ്ട. ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. റോഡ് ട്രിപ്പിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ചായ കുടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് എരുമേലി സൈഡിലേക്കാണ്. അതുവഴിയാണ് നമ്മളിന്ന് മൂന്നാർ പോകുന്നത്. ഇന്ന് ട്രിപ്പിന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അനീഷും അരുണുമാണ്. ഞങ്ങൾ എത്രയോ വർഷങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചൊരു ബൈക്ക് ട്രിപ്പ് ഇങ്ങനെ പോകുന്നത്. അനീഷ് ഇപ്പോൾ ഒമാനിലാണ്. അപ്പോൾ അവൻ ഇവർ ലീവിന് വന്ന സമയത്ത് ഒരു ട്രിപ്പ് പോയാലോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിൽ നിന്നാണ് ഈ ഒരു ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശബരിമല പോകണ്ട. ഞാൻ കയറി വന്നപ്പോൾ ഞാൻ പറയാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് അനീഷിൻ്റെ ആശ്വാസമായിരുന്നു. എനിക്കൊരു ഒന്നിനു വേണ്ട സമയം കൊണ്ട് ഇറങ്ങി നടക്കുന്നത് വളരെ നല്ല ശീലമാണ്. പറഞ്ഞാണോ കേട്ടോ? ആ, കൂടിയെന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള മതി, ഒരുപാട് കൂട്ടം. ഈ തർത്തിക്കോ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. മറ്റൊരു ഇന്നലെ ഓനുവൻ ഞാൻ അങ്ങോട്ടോടോ ഇങ്ങോട്ടോടോ ഭ്രാന്ത് പിടിക്കുമ്പോഴേ അവസ്ഥ വളരെ മോശം. പുതുമയല്ല. പോയാലോ? വർഷങ്ങളായിട്ട് ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങൾ കേട്ടത്. കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് പോലെ ഫീൽ ചെയ്യുമെങ്കിലും പക്ഷേ ഞങ്ങൾക്കിതൊക്കെ ഒരു രസമാണ്. അതല്ലേ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല മഴയൊക്കെ കഴിഞ്ഞൊരു സമയമായതുകൊണ്ട് തന്നെ ഈ റൂട്ടെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. പുനലൂരിൽ നിന്നുള്ള ഹൈവേയിൽ കയറി വരുന്ന സമയത്ത് ഈ ഒരു സൈൻ ബോർഡ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് എടുക്കേണ്ട ഒരു സ്ഥലമായിട്ടുണ്ട്. ബസ് കിടക്കുന്നതിൻ്റെ തൊട്ട് പിന്നിൽ നിന്നിട്ടാണ് നമുക്ക് റൈറ്റിലേക്കുള്ള ഡീവിയേഷൻ വരുന്നത്. എരുമേലിയിലേക്ക് കയറാനുള്ള റൂട്ടാണ്. ഈ ഒരു റൂട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 പെർട്ടിക്കുലർ ലൊക്കേഷൻസ് ഉണ്ട്. അതിലൊരു ലൊക്കേഷനാണ് ഇത്. അതായത് മലയോര ഹൈവേയിൽ നിന്ന് നമ്മൾ എരുമേലി സൈഡിലേക്ക് ഡീവിയേഷൻ എടുത്തു കഴിയുമ്പോൾ ഒരു സ്ട്രെച്ച് ഉണ്ട്. ഈ ഒരു സ്ട്രെച്ചാണിത്. ഫുൾ നല്ല ഒരു കാട് എഫക്റ്റ് ഒക്കെ ഉള്ളൊരു സ്ട്രെച്ചാണ്. ഇത് കഴിഞ്ഞ് എരുമേലിയിലേക്ക് പോകുന്നതിന് മുന്നേ വീണ്ടും ഒരു ഏരിയ വരുന്നുണ്ട്. അത് പോകുമ്പോൾ ഞാൻ കാണിക്കാം. പക്ഷേ ഈ സ്ട്രെച്ച് അടിപൊളിയാണ്. അതുവരെ നമ്മൾ വന്ന ഒരു മലയോര ഹൈവേയുടെ ഹൈവേ ഫീലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാടിലേക്ക് കയറുന്നതിൻ്റെ ഒരു വെൽക്കം പോലെയാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സ്ട്രെച്ചാണ്. ഇവിടെയും ആ ഒരു കാട് എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. മഴയൊക്കെ പെയ്ത് നല്ല രസമായിട്ട് കിടക്കുകയാണെങ്കിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൾക്കാർ എന്താണ് ഈ സ്ഥലത്തിനോട് ചെയ്യുന്നതെന്നുള്ളത്. ചവരൊക്കെ എങ്ങനെ വാരി എറിയാനായിട്ട് എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും ഭംഗിയുള്ള ഈ ഒരു സ്ഥലം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടത്. ഇതിനെതിരെയൊന്നും ഒരു തരത്തിലുള്ള ആക്ഷനും ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ വരുമ്പോഴൊക്കെ ഈ ഒരു സീൻ തന്നെയാണ് കാണുന്നത്. സോ ദിസ് ഈസ് മീ റിപ്പോർട്ടിംഗ് ദിസ് ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവേത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക ഇത് നിർത്താനായിട്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് കേരളത്തിൽ ഇത്രയും നല്ലൊരു മൺസൂൺ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കറക്റ്റ് ടൈമിൽ തുടങ്ങുകയും ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ട് ഇങ്ങനെ വരുന്നത് കാരണം
കുറച്ച് ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു മൺസൂണായിരുന്നു ഇത്തവണ. മഴ ആയതുകൊണ്ട് വേറെ വഴിയില്ല, പേഴ്സൊക്കെ പ്ലാസ്റ്റിക് കവറിനകത്ത് സൂക്ഷിച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം നനഞ്ഞൊരു വഴിയാണ്. ഇത് എരുമേലിയിലുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഫ്യൂൽ അടിക്കുന്നത് ഈ റൂട്ട് പോകുമ്പോൾ. ഇവിടെ ഇപ്പോൾ CNG അവൈലബിൾ ആണ് കേട്ടോ. സ്ഥിരമായിട്ട് വന്ന് കുട്ടിക്കാനം വരെയുള്ള വഴി ആക്ച്വലി കാണാപ്പാടമാണ്, പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിനുശേഷം മൂന്നാറിലേക്കുള്ള ആ ഒരു സ്ട്രെച്ച് എനിക്കൊന്ന് നോർമൽ റൂട്ട് അല്ലാണ്ട് ഗൂഗിൾ മാപ്പിൽ പല റൂട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഏത് വഴിയാണോ കാണിക്കുന്നത് അതുവഴി പോകാൻ റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത്. ബൈക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുതലാണ്. ബൈ ദ ബൈ, ഇന്ന് ഞാൻ ആക്ച്വലി എക്സ്പൾസിലാണ് പോകുന്നത്. എക്സ്പൾസ് റാലി പ്രോ ആണിത്. കുട്ടിക്കാനം വന്നിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു സ്ഥലം അറിയാമായിരിക്കും. ഇതൊരു U-ടേൺ പ്ലസ് കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഈ ക്യാമറയിൽ കാണുമ്പോൾ എലിവേഷൻ അറിയാൻ പറ്റത്തില്ല, ആക്ച്വലി ഇതൊരു നല്ല കുത്ത് കയറ്റമാണ്. ഈ റൂട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ട്രെച്ചാണിത്. റബ്ബർ എസ്റ്റേറ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഇതിന് നടുവിലൂടെ ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമാണ്. നമ്മളിപ്പോൾ ഏകദേശം മുണ്ടക്കയം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി നമ്മൾ മുണ്ടക്കയം റോഡിലേക്ക് ജോയിൻ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ ഹൈ റേഞ്ച് പതിയെ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ കൃഷി ഒരുപാട് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ. എസ്പെഷ്യലി റബ്ബറിൻ്റെ ഇടവിളയായിട്ടാണ് ഇവർ വയ്ക്കുന്നത് കേട്ടോ. ഇത് ദൂരെ മലയും കുന്നൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഫീഷ്യലി ഹൈ റേഞ്ച് ഏരിയയിലേക്ക് കയറിക്കഴിഞ്ഞു. ഇത് കുട്ടിക്കാനം പോകുന്ന റോഡാണ് മുണ്ടക്കയത്തു നിന്ന്. ഫുഡ് അടിക്കാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റൂട്ടിൽ വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലമുണ്ട്, മന്ന എന്ന് പറയുന്നൊരു ഹോട്ടൽ. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ സെയിം സ്ഥലത്താണ് കഴിക്കാനായിട്ട് നിർത്തുന്നത്. നല്ല ഫുഡാണ്, നല്ല വ്യൂ ആണ്. സാധാരണ എല്ലാവരും മറ്റേ ഡെയിലി ലൈഫിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാനാണ് ട്രിപ്പ് പോകുന്നത്. ഇവൻ അവിടെ ഒന്നും കോള് തന്നെ. ഇത് മറ്റേ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മറ്റേ ലോയൽറ്റി പോയിന്റ്സ് കിട്ടി ഡിസ്കൗണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു ഇല്ലേ? എത്ര വർഷമായി തിരിച്ചിറങ്ങുമ്പോൾ എടുക്കാടാ. എന്ത് മനുഷ്യനാണ്. ഹെൽമെറ്റ് ഒന്ന്. കൺഗ്രാറ്റ്സ്. ഞാൻ എടുക്കാനേ പറഞ്ഞുള്ളൂ, താഴെ പറഞ്ഞില്ല. Okay, let's go.
മരത്തിൻ്റെ വൈത്ര സ്ക്രാച്ചായി കല്ലുവാഴ. പോയാലോ. കുട്ടിക്കാനം റൂട്ടിലെ മറ്റൊരു ലാൻഡ്മാർക്കായിട്ടുള്ള സ്ഥലമാണ് വളഞ്ഞങ്കാനം വാട്ടർഫാൾസ്. മൺസൂൺ ആയതുകൊണ്ട് വെള്ളത്തിന് യാതൊരു കുറവുമില്ല. പക്ഷേ ഇതിലും കൂടുതൽ വെള്ളം ഉള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ മൺസൂൺ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് വെള്ളം ഇച്ചിരി കുറവായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഏകദേശം റോഡിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഇവിടെ വീഴാറുണ്ട്. ഞാനേ കട്ടൻ പറയണം, എനിക്ക് വേണം. അന്നൊരു ബ്ലാക്ക് കോഫി. കുട്ടിക്കാനം എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ അമ്മച്ചിക്കൊട്ടാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ലൂസിഫർ സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് നടന്നത് ഇവിടെയാണ്. പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്ന ഒരു പാലസാണിത്. പിന്നീട് ഒരു പ്രൈവറ്റ് പാർട്ടി അത് റിസോർട്ട് ആക്കാനായിട്ട് എടുത്തു എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടത്. എന്തായാലും ഇപ്പോൾ ആരും യൂസ് ചെയ്യാണ്ട് ഏകദേശം ഇടിഞ്ഞു പൊളിയാറായ രീതിയിലാണ് ആ ഒരു കൊട്ടാരം ഇരിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ പലതവണ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോഡ് നല്ലതായതുകൊണ്ട് ചുമ്മാ ഒരു ഓഫ് റോഡ് ഫീൽ കിട്ടും എന്നുള്ള രീതിയിൽ ഒന്ന് പോയി നോക്കുകയാണ്. പക്ഷെ വഴി തെറ്റിയൊന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ എന്തായാലും അവരോട് പറയണ്ട, ഓടിച്ചു പോകാനുള്ള രസമുണ്ട്. ലൂസിഫർ സിനിമയിലെ മോഹൻലാലിൻ്റെ ആ വെയർ ഹൗസിലെ ഒരു ഐക്കോണിക് സീനുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. കാർബൺ എന്ന് പറയുന്ന മൂവി ഷൂട്ട് ചെയ്തത് ഈ ഒരു ലൊക്കേഷനിലാണ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പഴയ പ്രേത മൂവീസൊക്കെ ഉണ്ടല്ലോ, ഇന്ദ്രിയം എന്ന് പറഞ്ഞിട്ട് വാണി വിശ്വനാഥിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വഴിയില്ലേ? ഇതങ്ങനെ ഒരു ഓഫ് റോഡ് ട്രെയിലൊന്നുമല്ല. പക്ഷേ മൺസൂൺ ആയതുകൊണ്ട് വെള്ളം കെട്ടിക്കിടന്ന് കുറേ സ്ഥലമെല്ലാം സ്ലഷാണ്, ചെളിയാണ്. അപ്പോൾ ആ ചെളിയിൽ വണ്ടി തെന്നുന്നുണ്ട് ചെറുതായിട്ട്. അല്ലാണ്ട് ടാറിട്ട റോഡായിരുന്നു, കുറേ ഭാഗമൊക്കെ ടാറ് പോയതാണ്. എനിക്ക് പക്ക ഓഫ് റോഡിങ്ങൊന്നും അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് വണ്ടി നശിപ്പിക്കുന്നതിനോട് വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ്. പക്ഷേ എക്സ്പൾസ് എടുത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോകുന്ന റൂട്ടിൽ ഇതുപോലെ ബൈ റോഡ്സും അതുപോലെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കയറിപ്പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വഴി ഒരിക്കലും ഒരു തടസ്സമാവരുതെന്നുള്ള രീതിയിലാണ് എക്സ്പൾസ് എടുത്തത്. ഇതുവരെ ആക്ച്വലി അത് അത്രയും 100% അതിനോട് നീതി പുലർത്തുന്ന ഒരു വണ്ടി തന്നെയാണ്. നൈസ് പ്ലേസ്.
ഞാനൊരു സത്യം പറയട്ടെ, ഇതല്ല വഴി. ഇതാണുണ്ടോ? വഴി ഇതല്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു വരെ. തിരിച്ചു പോയാലോ? വളക്കി നീ വളക്കി. നമുക്ക് മൂന്നാർ വരെ പോകാനുള്ളതുകൊണ്ട് ടൈം ഒരു കൺസ്ട്രെയിൻ്റ് ആയതുകൊണ്ട്, പിന്നെ അനീഷിൻ്റെ KTM കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ അവൻ ഒമാനിലായതുകൊണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. ഈ ഓഫ് റോഡ് കയറുന്ന സമയത്ത് ഹീറ്റിംഗ് കുറച്ച് കൂടുതലായിട്ട് കാണിച്ചതുകൊണ്ട് ഇനി റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. എനിക്ക് ആ വഴി മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കട്ടപ്പന സൈഡിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ട്രെച്ച് റോഡ് നല്ല രസമാണ്. എല്ലാവരും നല്ല മികച്ച റൈഡേഴ്സാണ്. പക്ഷേ റൈഡിങ് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഓവർടേക്കിംഗ്. ബ്ലൈൻഡായിട്ട് ഒരിക്കലും ഓവർടേക്കിംഗ് ചെയ്യരുത്. ബ്ലൈൻഡായിട്ടുള്ള സ്ഥലത്ത് ഓവർടേക്കിംഗ് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ആക്സിഡൻറ്റിൻ്റെ ചാൻസസ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാണ്ട് നമ്മൾ എടുത്തു ചാടി പോയിട്ട് യാതൊരു കാര്യമില്ല. സോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു, പ്ലീസ് വെയിറ്റ്. ആ ഒരു 5-10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ആ ഒരു 10 സെക്കൻഡ് നേരത്തെ ഒരു സ്ഥലത്ത് എത്തിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനുമില്ല. സോ ബി പേഷ്യൻറ്റ്. എപ്പോഴും സേഫ്റ്റിയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനിയും ഒരുപാട് റൈഡുകളൊക്കെ നമുക്ക് ഇതുപോലെ പോകാനുള്ളതാണ്. സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, ബ്ലൈൻഡ് ഓവർടേക്കിംഗ് മാക്സിമം ഒഴിവാക്കുക, ചെയ്യരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഏകദേശം ഇപ്പോൾ ഏലാപ്പാറ സൈഡിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലെല്ലാം കാണുന്നത് ടൈഫോഡ് എന്ന് പറയുന്ന കമ്പനിയുടെ എസ്റ്റേറ്റുകളാണ്. വാഗമൺ പോകാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഏലാപ്പാറ നിന്ന് നമുക്കൊരു U-ടേൺ ഉണ്ട് ലെഫ്റ്റിലേക്ക്. ആ U-ടേൺ എടുത്തു കഴിഞ്ഞാൽ കോലാഹലമേട് സൈഡിലേക്കാണ് പോകുന്നത്. അതുവഴി നമുക്ക് വാഗമൺ പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം. ആ ജംഗ്ഷനിൽ നിന്ന് തന്നെ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് കട്ടപ്പന പോകേണ്ടത്. നമ്മളിന്ന് ചൂസ് ചെയ്തേക്കുന്ന ആ റൂട്ടാണ്. കഴിഞ്ഞൊരു 10-40 കിലോമീറ്ററായിട്ട് ഏതോ ഒരു ഡ്രീമിൽ കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. ആ ഒരു മൺസൂണിന് ശേഷം കേരളത്തിൻ്റെ ഭംഗി എക്സ്ട്രീംലി ഹൈയിൽ നിൽക്കുന്ന ഒരു ടൈമാണിത്. അതുകൊണ്ട് തന്നെ ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല പച്ച കളറിൽ ഒരുപാട് മലയും കുന്നും ഒക്കെ ആയിട്ട് ആ ഒരു വെയിലില്ലാത്ത ഒരു മൈൽഡായിട്ടുള്ളൊരു ക്ലൈമറ്റും കൂടെ ആകുമ്പോൾ ബൈക്ക് റൈഡിന് ഒരു ഓപ്റ്റിമൽ ക്ലൈമറ്റാണ്.
മൺസൂണിൽ മാത്രം കാണപ്പെടുന്ന ചില വെള്ളച്ചാട്ടങ്ങളുണ്ട്. അങ്ങനെ ഒരു വെള്ളച്ചാട്ടമാണ് ഇതേ ഫ്രണ്ടിൽ കാണുന്നത്. അവിടുത്തെ സ്റ്റക്കായിരിക്കണം, ഒന്ന് രക്ഷിച്ചു. എന്താ ഇവൻ വന്നില്ല എന്ന് പറഞ്ഞ് നിന്നെ ഹോൺ അടിച്ച് നിർത്തിയില്ല. അവൻ വിചാരിക്കണം എന്തറിയാമോ, നമ്മൾ രണ്ടുപേരും ഇവനെ നോക്കാതെ പോയിക്കൊണ്ടേ. അങ്ങനല്ല, ഞാൻ ഹോൺ അടിക്കുമ്പോൾ ഇവ എന്നെ നോക്കണില്ല, എന്തെങ്കിലും പറയാനാണ് ഹോൺ അടിക്കണം എന്നുള്ളത് ഈ തെറ്റിക്ക് മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ച അവിടെ ചെക്കിംഗ് ഉള്ള സമയത്ത് ചെക്കിംഗ് ഉള്ളത് വണ്ടിക്കാരൻ പോയപ്പോൾ വണ്ടിക്കാരൻ പറഞ്ഞു തന്നായിരുന്നു ചെക്കിംഗ് ഉണ്ടെന്ന്. നമുക്ക് പ്രശ്നമില്ല. കട്ടപ്പന എത്തിയതിനു ശേഷം ഗൂഗിൾ മാപ്പ് അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏത് റൂട്ട് വഴിയാണ് പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഗൂഗിൾ പറയുന്നു ഞങ്ങളത് ഫോളോ ചെയ്ത് പോകുന്നു. പക്ഷെ കുറ്റം പറയാൻ പാടില്ല, റൂട്ട് ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓഫ് ഏലത്തോട്ടംസ്. ഒരുപാട് സമയമായി ഏലത്തോട്ടം തുടങ്ങിയിട്ട്, അതിങ്ങനെ തീരുന്നില്ല. അപ്പോൾ അത് എത്ര ഏക്കറിലാണ് ഈ ഏലകൃഷി നടക്കുന്നതെന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മതിലിന് പകരം രണ്ട് സൈഡ് ഇതുപോലെ ചെടി വെച്ചിട്ട് അതിൽ ബെൽ ഫ്ലവർ പോലെ എന്തോ ഒരു ഫ്ലവറൊക്കെ, നല്ല രസമുണ്ട് ആ റൂട്ട്. പാമ്പാടും പാറ, അതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ അതുവഴിയാണ് വരുന്നത്. ഇത് നേരെ പൂപ്പാറ പോയിട്ട് പൂപ്പാറയിൽ നിന്ന് ഗ്യാപ്പ് റോഡ് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് മൂന്നാർ പോകുന്ന റോഡിൽ ആ തിക്കും തിരക്കും എല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെ റോഡ് ഇച്ചിരി വൈൻഡിങ് ആയിട്ടും ഇടുങ്ങിയ റോഡും കയറ്റവും ഇറക്കവും എല്ലാം ഉണ്ടെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഇതോടി പോകാൻ. വി ആർ ഓൺ ദ റൈറ്റ് പാത്ത്. മേളിലേക്ക് കയറുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴ അല്ലാണ്ട് വലിയ രീതിയിലുള്ള മഴ ഇതുവരെ കിട്ടിയിട്ടില്ല. മിക്കവാറും ക്ലൈമറ്റ് അങ്ങനെ നിൽക്കും എന്നാണ് കണ്ടിട്ടൊക്കെ തോന്നുന്നത്. സ്കൈ എല്ലാം നല്ല ക്ലിയറാണ്.
പോടാ. പാലത്തിന്റെ നടുക്കൊന്ന് നിർത്തുന്നു. പരിചയമില്ലാത്ത റോഡ് വഴി കയറി വന്നപ്പോൾ ഹോട്ടൽ ബിസ്മില്ല എന്ന് പറയുന്ന ഈ ഹോട്ടൽ കണ്ടു. ഞങ്ങൾക്ക് ഇതുപോലെ ചെറിയ ഹോട്ടൽസ് ഒന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പയും ബീഫും, നീ എന്തോ ഇടിയപ്പവും ബീഫും, നീ എന്തോ അപ്പവും ബീഫും. റൈറ്റ്. അതിനിടയിലൊരു എന്തോ അതിൻ്റെ പേര് വെട്ടുകേക്കും കയറ്റിയിട്ടുണ്ട്. ബീഫ് നോർമൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മറ്റേ ഇതായിട്ടില്ല. മറ്റേ ഹോട്ടലിൽ നമ്മുടെ അവിടെ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന അതൊന്നുമില്ല. നാടൻ രീതിയിൽ നമുക്ക് വറുത്ത് പൊടിച്ച്. നീ എന്ത് പറയുന്നു ഞാൻ നോക്കിയിരിക്കണം. ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ആക്ച്വലി ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അനീഷ് ആക്ച്വലി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അവൻ്റെ കൊളീഗായിരുന്ന ഒരു പുള്ളിയാണ് ഇപ്പോൾ ചിന്നക്കനാലിൽ മൗണ്ടൻ ക്ലബ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ GM. ചിന്നക്കനാൽ ഏരിയയിൽ അധികം സ്റ്റേ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു റിസോർട്ടിനെ പറ്റി ഞാൻ അധികം കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞിട്ടാണ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്നാൽ പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിലും കൂടെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാപ്പ് റോഡിൽ നിന്ന് വളരെ ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് കേട്ടോ ചിന്നക്കനാലിലേക്ക്. നമ്മളിപ്പോൾ ഗ്യാപ്പ് റോഡിലേക്ക് ജോയിൻ ചെയ്യുന്ന റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ല സീനിക് ആയിട്ടുള്ളൊരു റോഡാണ്. സൈൻ ബോർഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എലിഫൻറ്റ് ക്രോസിംഗ് ഏരിയ. റൈറ്റ് സൈഡിലൊക്കെ നല്ല അന്യായ വ്യൂ ആണ്. എന്തായാലും കണ്ടതല്ലേ, ഇവിടെ ഒന്ന് നിർത്തി 1-2 വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാം. ബൈക്ക് റൈഡേഴ്സ് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കണമെന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റോഡ് സ്ട്രെച്ചസിൽ ഒന്നാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പ് റോഡ്. ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് എന്നാണ് ഇതിനെ വിളിക്കാറ്. അതിനുള്ള റീസൺ 2 മൗണ്ടൻസിനിടയിലുള്ള ഗ്യാപ്പിലൂടെയാണ് ഈ ഒരു റോഡ് പണിഞ്ഞേക്കുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഫോട്ടോഗ്രാഫിക്കും ബേർഡ് വാച്ചിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. എവിടെ നോക്കിയാലും പനോരമിക് വ്യൂസാണ് ഗ്യാപ്പ് റോഡിൽ പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. ബിക്കോസ് മൗണ്ടൻ ഏരിയ ആയതുകൊണ്ട് തന്നെ മൺസൂൺ സമയത്തും അല്ലാണ്ടൊക്കെ മേളിൽ നിന്ന് പാറയും അതുപോലെ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു റോഡാണ്. സോ മാക്സിമം ഇതുവഴിയുള്ള നൈറ്റ് ട്രാവൽ ഒഴിവാക്കുക. പിന്നെ ഈ ഒരു റൂട്ടിലൊരു ടോളും വരുന്നുണ്ട്. ഐ തിങ്ക് അറൗണ്ട് 40 rupees അങ്ങാണ്ടാണ് കാറിന്. ബൈക്ക് ഒബ്വിയസ്ലി ഫ്രീ ആണ്. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. ഈ ഒരു വ്യൂ ആസ്വദിക്കാനായിട്ട് ആക്ച്വലി KSRTCയുടെ ഒരു ടൂറിസം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബസ് ഇവിടെ ഉണ്ട്. ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. ഐ തിങ്ക് ടിക്കറ്റ്സ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി യു ക്യാൻ തിങ്ക് എങ്ങനെ ആയിരിക്കും അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. ഹൈക്കിൽ നമ്മൾ റോഡ് വഴി പോകുമ്പോൾ തന്നെ ഇത്രയും കിടിലം വ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ നമുക്ക് ആലോചിക്കാമല്ലോ. നമ്മളിപ്പോഴും ഗ്യാപ്പ് റോഡിലല്ല നിൽക്കുന്നത്. ഗ്യാപ്പ് റോഡിലൂടെ ജോയിൻ ചെയ്യുന്ന റോഡിലാണ് നിൽക്കുന്നത്. ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രമാണ് കേട്ടോ. ആ ഒരു മൗണ്ടൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് വരുന്ന റോഡാണ് ഗ്യാപ്പ് റോഡ് എന്ന് കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷേ ഇത് അതിലേക്ക് ചെന്ന് ചേരുന്ന റോഡ് തന്നെയാണ്. ആര് പറഞ്ഞ മറ്റേ ഗ്യാപ്പ് റോഡ് ക്ലോസ്ഡ് ആണെന്ന്?
1210ാമത്തെ ഫോട്ടോ എടുത്തത്. ഓക്കെ, മെയിൻ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ ചിന്നക്കനാൽ പോകുന്ന റോഡിലേക്കുള്ള ഡീവിയേഷൻ എടുത്തിട്ടുണ്ട്. ഈ ചിന്നക്കനാലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൗണ്ടൻ ക്ലബ് എന്ന് പറയുന്ന റിസോർട്ട് വരുന്നത്. ഇതുവരെ വന്ന നല്ല സ്മൂത്തായിട്ടുള്ള റോഡെല്ലാം മാറി അത്യാവശ്യം ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് റോഡല്ല, ടാറ് പൊളിഞ്ഞ് കിടപ്പുണ്ട്. അറ്റ് ലാസ്റ്റ് ചിന്നക്കനാലെത്തി. ഇവിടെ നിന്ന് ഇനി മൗണ്ടൻ ക്ലബ്ബ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകണം. മെയിൻ റോഡിൽ തന്നെ ആവാനാണ് സാധ്യത. യെസ്, ഇതാണ് മൗണ്ടൻ ക്ലബിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ്. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ആണ് മെയിൻ ഹോട്ടലിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, സെക്യൂരിറ്റി ചേട്ടന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിത് അകത്തേക്ക് കയറുകയാണ്. EVM എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫേമസ് ആയിട്ടുള്ള ഗ്രൂപ്പാണല്ലോ. EVM കാരുടെ ആണ് ഈ മൗണ്ടൻ ക്ലബ് എന്ന് പറയുന്ന റിസോർട്ട്. ഒരു 4-സ്റ്റാർ പ്രോപ്പർട്ടിയാണ്, വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഒരു ഗേറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞത് തൊട്ട് ഞങ്ങൾക്കിത് കണ്ടിട്ട് ഏതോ കൊളോണിയൽ സമയത്ത് ഏതോ ഒരു സ്കോട്ടിഷ് അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ് കിട്ടുന്നത്. ബിക്കോസ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എല്ലാം ഫുൾ കരിങ്കല്ലൊക്കെ വെച്ചിട്ടാണ്. ഇന്ത്യൻ ഒരു ആർക്കിടെക്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മൊത്തം കാണുമ്പോൾ നമ്മൾ ഈ അയർലൻഡ്, സ്കോട്ട്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ കെട്ടിടങ്ങളും ആ ഒരു പ്രോപ്പർട്ടിയുടെ ലുക്ക് ആൻഡ് ഫീൽ എല്ലാം അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര വലിയ പ്രോപ്പർട്ടിയാണ്. ഓൾമോസ്റ്റ് ഐ തിങ്ക് അറൗണ്ട് 50+ കോട്ടേജസ് എന്തോ ഇവിടെ ഉണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഈ ഒരു റിസോർട്ടിനെ പറ്റി. അത് വഴിയെ വരുന്നതായിരിക്കും. ഇന്നെന്തായാലും നമ്മൾ ഒരുപാട് റൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ പോയി റെസ്റ്റ് എടുക്കാനാണ് പ്ലാൻ. നേരെ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു, പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു, കുറച്ച് റിലാക്സ് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ ബാക്കിയുള്ള പ്ലാൻ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ഇഫ് യു റിയലി ലൈക്ക് ദ വീഡിയോ. ഇനിയും ഇതുപോലുള്ള സ്റ്റേസും റൈഡും അങ്ങനെ വൈൽഡ് ലൈഫൊക്കെ ആയിട്ടുള്ള പല രീതിയിലുള്ള വീഡിയോസും വരാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. See you soon with the next one. Until then, adios amigos.